നമ്മുടെ യൂത്തുകളുടെയൊക്കെ രോമാഞ്ച കഞ്ചുകം. ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒന്നുകൂടി കണ്ടു നോക്കണം. ഞങ്ങൾ ക്ഷമിക്കണേ. ഹായ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് വോയേജറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു ചലഞ്ചുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു പുതിയ ഗവേഷണമാണ്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് മംഗ്ലീഷ് സോങ് ചലഞ്ച്. ഞങ്ങളുടെ രണ്ട് പേരാണ്, വേറെ ഒന്നുമല്ല, നമ്മള് കുറച്ച് മലയാളം സോങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയും, അല്ലെങ്കിൽ കണ്ണേട്ടം പറയും. അത് ഏത് മലയാള സോങ് ആണ് ഗസ് ചെയ്യാം. ഇംഗ്ലീഷ് വേർഡ്സ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മലയാളം പാട്ട് ഏതാണെന്ന് മനസ്സിലാവും. എല്ലാവരും മലയാളം മൂവി നെയിം വെച്ചിട്ടാണ് ഇപ്പൊ അങ്ങനെ കളിക്കുന്നത് കണ്ടേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് സോങ് പിടിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 30 സെക്കൻഡ്സ് ആണ് നമ്മൾ ടൈം വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ അത് ഏത് പാട്ടാണെന്ന് ഗസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനാണോ വെച്ചോ? അപ്പൊ നമുക്ക് തുടങ്ങാം. പാട്ടൊക്കെ റെഡിയാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. പേര് തപ്പിയപ്പോ പേര് കിട്ടിയില്ല. അപ്പൊ ഞാനിവിടെ ഉണ്ടായിരുന്ന പെർമനന്റ് മാർക്കർ വെച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പറേ പുറകെ കൂടെ കുറച്ച് കാണാൻ തോന്നുന്നു. പിന്നെ തലവത്തിന് വെച്ച് വായിച്ചപ്പോ നേരെ കേട്ടാലേ പറ്റില്ല. അപ്പൊ അഞ്ച് സോങ് ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. കണ്ണേടിനും 5 സോങ്. നമുക്ക് ടൈമർ കൂടെ നോക്കാം. ആദ്യം എനിക്ക് കാണാം ശരിക്കും. ഈ കള്ളനോട്ടം നോക്കാം. ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഈ കണ്ണേട്ട കാണിക്കുവല്ലേ, കള്ളക്കളിയാ. നീയോ ഇങ്ങനെ കാണാന്ന്, ഇങ്ങനെ നോക്ക്, അവിടെ നോക്ക്. അതാ രസം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങിയതിന് ശേഷമാണ് 30 സെക്കൻഡ് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം 30 സെക്കൻഡ്. അത് പറഞ്ഞു പിടിപ്പിക്കണമെങ്കിൽ 2 മിനിറ്റ് വേണം. അതെ, ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ്. ഓക്കെ, തുടങ്ങണേ. ഓ ബ്ലാക്ക് ഗേൾ വാസ് ദേർ എ ലേഡി വെൻ ഐ ഡിഡ്ന്റ് സീ യു. കവിതയോ? ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് പാടുക? ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ പാടാം. ഓ ബ്ലാക്ക് ഗേൾ വാസ് ദേർ എ ലേഡി വെൻ ഐ ഡിഡ്ന്റ് സീ യു. ഓക്കെ, നമുക്ക് ടൈമർ ഓൺ ചെയ്യാം. ഓ ബ്ലാക്ക് ഗേൾ വാസ് ദേർ എ ലേഡി വെൻ ഐ ഡിഡ്ന്റ് സീ യു. ബ്ലാക്ക് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ ഏതാന്ന്. അടുത്ത ഓരോ വേർഡ്സ് നോക്ക്. ഓ ബ്ലാക്ക് ഗേൾ വാസ് ദേർ എ ലേഡി വെൻ ഐ ഡിഡ്ന്റ് സീ യു. കറുത്ത പെണ്ണി നിന്നെ കാണാൻ. പിന്നെ അതൊന്നുമല്ല, ബ്ലാക്ക് ലേഡി കറുത്ത പെണ്ണല്ലേ. ശരിയാണ്. അപ്പൊ കണ്ണേട്ട് 1 പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോപ്സ് ഓഫ് റെയിൻ ആർ pearls of your skin. Like a warm shower, it seems like a dream. അയ്യോ, അതെങ്ങനെ കിട്ടി? ഡ്രോപ്സ് എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിലായി മഴത്തുള്ളി. ഈ ടൈമർ വയ്ക്കാൻ മറന്നു. എന്നാലും പെട്ടെന്ന് പറഞ്ഞു. ആർക്കിട്ടെ. നെക്സ്റ്റ് ഞാൻ ചോദിക്കാം, എന്റെ ചാൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എളുപ്പമാണ്, ഈസി. കാരണം അങ്ങനെ പാട്ടുകളെ കുറിച്ച് വലിയ പരിജ്ഞാനമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം. കാണരുത്, കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ അവിടെ നോക്കുന്നു. ഇത് പുറകെ കൂടെ നോക്കി ഞാൻ മനസ്സിലാക്കി. Mother-in-law baked all the cakes all alone. These were for her son-in-law. അറിയാം പാട്ടിന്റെ വഴി വന്നത്. അയ്യോ. Mother-in-law baked all the cakes all alone. These were for her son-in-law. അറിയാം. വഴി കിട്ടുന്നത് മരുമോനിക്ക പാട്ടല്ലേ? അതൊന്നും മനസ്സിലായില്ല. അമ്മായി ചൂട്ടത് മരുമോനിക്ക. ആദ്യത്തെ വഴി എന്നായിരുന്നു? ഓ, കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് ചുട്ടമായി അമ്മായി ചുട്ടത് മരുമോനിക്ക. പകുതി ഉണ്ടെന്നാ അവര് പറയുന്നത്. അടുത്തത്. ഒന്നര 1 ഒന്നര
ഒന്നല്ല 1-1. Okay? Holding you close to my heart, I will sing a song. The song tune is you, the eye without seeing. ഒന്നുകൂടെ. Holding you close to my heart, I will sing a song. The song tune is you. അയ്യോ. ഒന്നുകൂടെ. Holding you close to my heart, I will sing a song. Okay. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാം. അത് അപ്പോൾ നമ്മൾ വിജയകരമായിട്ട് 20 സെക്കൻഡ് പറഞ്ഞിരിക്കുകയാണ്. ഇനി തേർഡ് റൗണ്ട് ആണ്. ഓക്കെ, അടുത്ത ഏതെങ്കിലും കണ്ടിട്ട് പറയുമോ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സോങ്. ഓക്കെ, എളുപ്പമുള്ള സോങ്, ആർക്ക് വേണമെങ്കിലും കേട്ടാൽ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു പാട്ടാണ്. Come to me, dear Maina, give me sweetness in your beloved garden. Who are you searching for who? അതൊരു സെന്റി സോങ് ആ. അതൊരു സെന്റി ആയിട്ട് പാടിയ സെന്റി ആയിട്ട് പാടാൻ എനിക്ക് തോന്നി കേട്ടോ. ഇനി ഒന്നുകൂടെ വെക്കാൻ പാടാൻ പോയി ടൈമർ വെക്കുവാണേ. തുടങ്ങിയേ. Come to me, dear Maina, give me sweetness in your beloved garden. Who are you searching for? ആദ്യത്തെ വരി മാത്രം മതി. അയ്യോ. Come to me. Come to me, dear Maina. Maina. Come to me, dear. വാ മൈനേനോ. Come to me, dear Maina. അയ്യോ, പണ്ട് ഒരു സെന്റി സോങ് എന്ന് പറഞ്ഞാൽ സെന്റി സോങ് ആ. എല്ലാ നിരാശ കാമുകരും പാടുന്ന പാട്ടാ. മാനസ മൈനയാണോ? എന്താ വെച്ച് കണ്ണേറ്റിന് 1, എനിക്ക് 2. ഇനി ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ഫേമസ് പാട്ടാണ്. സിമ്പിളാണ്. തുടങ്ങണേ. ടൈമർ വെക്കട്ടെ. പറഞ്ഞതിന് ശേഷം ടൈമർ, പാടിയതിന് ശേഷം ടൈമർ വെക്കോളൂ. My mother dangling ear was stolen by my father. My father brandy bottle. my mother drank completely. Simple. അത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ 3 റൗണ്ട് ഇപ്പൊ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി 2 റൗണ്ട് കൂടി ഉണ്ട്. ഇനി അടുത്ത 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതൊക്കെ എന്ത് ഏത് ചോദിക്കാം. ഓക്കെ, ഒരു ഹിറ്റ് സോങ് ആണ്. 3 അല്ലേ നിനക്ക്? എനിക്ക് 3. അച്ഛന് 3, എനിക്ക് 1. അയ്യോ ഒന്നല്ലേ? അതെ 1. ഞങ്ങൾ പുലികളായതുകൊണ്ട് എന്നും കളിച്ചാലും അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാക്കും അല്ലെ? എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാക്കാം അല്ലെ? കണ്ടു നോക്കണം. അടുത്ത സോങ് The night where grapes of desert bruise and passion lights up like the moon. അങ്ങനെ സ്പീഡിൽ പാടണ്ട. ഞാൻ ഒന്നുകൂടെ പാടാം. The night where grapes of desire bruise and passion lights up like the moon. Start ചെയ്യണം. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഒന്നുകൂടി ഇത് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ വേർഡ് The night where grapes. ഇപ്പോഴത്തെ യൂത്തുകളുടെ രോമാഞ്ച കാഞ്ചുകമായ ഒരാളുടെ പാട്ടാണത്. അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. മുന്തിരി കറുത്ത മുന്തിരി. The night where grapes of desire bruise and passion lights up like the moon. ഇപ്പോൾ നമ്മുടെ യൂത്തുകളിലേക്ക് രോമാഞ്ച കഞ്ചുകം. ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ക്ലൂ തരാൻ പറ്റുള്ളൂ. അവരുടെ ഒരു ഹിറ്റ് സോങ്. മോഹമുന്തിരി അതാ The night where grapes. ഓക്കേ, അപ്പൊ ഇത് കഴിഞ്ഞു പോയി. നമുക്ക് അടുത്ത ടാസ്ക് പിടിക്കേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണോ അല്ലേ? 4th റൗണ്ടില് ലാസ്റ്റ് കണ്ടിട്ടുണ്ട്. ചോദിക്കണേ. അത് വായിച്ചിട്ട് ടൈമർ വെച്ചാൽ മതി. കള്ളത്തിലോ വായിക്കുന്നതിന് ടൈമർ വെക്കുക. No. Wait.
river has thinned down, the banks have emptied, time is also passing by. Wait. നിൽക്കൂ വെയിറ്റിന് പല അർത്ഥമുണ്ട്. ടൈമർ വെക്കുക 2 പ്രാവശ്യം വായിച്ചു. Wait, the river has thinned down, the banks have emptied, the time is also passing by. അരികിൽ സോറി അറിയത്തില്ല ടൈമർ എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. ഒന്നുകൂടെ വെയിറ്റ് നിൽക്കൂ അങ്ങനെ അല്ലല്ലോ വെയിറ്റിന് വേറെ ഓ വെയിറ്റ് ഭാരം വെയിറ്റിംഗ് കാത്തു നിന്നു നോക്കി കാത്തിരിപ്പു. കഴിഞ്ഞു ഇനി കാത്തിരിക്കണ്ട. അറിയത്തില്ല എന്താ the song is കാത്തിരുന്നു അയ്യോ ഇത് കേൾക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കണേ. കാത്തിരുന്നു പുഴമെലിഞ്ഞു കടമൊഴിഞ്ഞു കാലമേ എന്നതിന്റെ മൊയ്തിനെന്ന് നല്ല അടിപൊളി സിനിമയിലെ ഒരു പാട്ട് എടുത്ത് നശിപ്പിച്ചതാണ് നമ്മളത് കണ്ടത്. പോട്ടെ പാടാൻ അറിയാത്തൊരു കഴിവുകേടല്ലോ. അയ്യോ അവര് ക്ഷമിച്ചോളൂ. നമ്മുടെ കൂട്ടുകാരില്ല അവര് ക്ഷമിച്ചോളൂ. പോയിന്റ് ഒന്നുമില്ല. എങ്ങനെ പോയിന്റ് പറഞ്ഞാലേ പോയിന്റ് ഉള്ളൂ അല്ലേ? പാടുന്നത് പൊട്ടപ്പാട്ട് അത് കേട്ടിട്ട് അങ്ങോട്ട് പോയിന്റ് കൊടുക്കണം. പറഞ്ഞാലേ പോയിന്റ് ഉള്ളൂ. അപ്പൊ എനിക്ക് 3 തോന്നുന്നു. കന്നഡ 1. ഇത് ലാസ്റ്റ് റൗണ്ട് ആണ്. അതിന് ഫസ്റ്റ് എന്റെ ചാൻസാ. ഞാൻ ചോദിക്കാൻ പോവാണേ. കന്നഡ പിന്നെ പറയില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ? നമുക്ക് ചോദിക്കാം. ഓക്കെ തുടങ്ങാം. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ടൈമർ വെക്കാവേ. സിമ്പിൾ. Come dear dragonfly, be my friend. There is no spring inside me without you. Okay, ഇതിന്റെ സ്പെല്ലിംഗിന് മാത്രം തുമ്പി. അതൊക്കെ അറിയാം. dragonfly തുമ്പി അത് മനസ്സിലായി. Come dear dragonfly. തുമ്പി വാ അല്ലേ? Come dear dragonfly. ടൈമർ വെക്കട്ടെ. Be my friend. There is no spring inside me without you. Come dear. അടുത്ത പ്രശ്നം വായിക്കുന്നതായിരിക്കും. Come dear dragonfly, be my friend. തുമ്പി വാ നല്ല. There is no spring inside me without you. Come dear dragonfly. ഇത് പോയി. Time up. ഏത് പാട്ട്? അതിനകത്ത് ഡിയർ ഡ്രാഗൺ ഫ്ലൈ എന്ന് വെച്ചാൽ കണ്ണാന്തുമ്പി. ലൈൻസ് ഒന്നും കറക്റ്റ് അല്ല. ഇനിയോ ഇനി പാട്ട് മനസ്സിലായി. എന്നാലും ചുമ്മാ I stood there looking, waiting. So simple. I stood there. ഏതാ? ടൈമറിന്റെ ആവശ്യമുണ്ടോ? പറഞ്ഞേട്ടെ. നോക്കി നിന്നു. അതാണോ? അതെ. നമ്മൾ ഇംഗ്ലീഷിലെ പോലെയാണ് മലയാളത്തിലെ പോലെയാണ്. പറഞ്ഞോ നമ്മൾ കേൾക്കുമ്പോ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഞാനൊക്കെ സിമ്പിൾ കൊടുത്തോണ്ടാണ്. ഞാൻ ചോദിച്ചത് ഏതാ സിമ്പിൾ? 1-2 ടഫായിരിക്കും. പിന്നെ മൈ ഡിയർ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞ തുമ്പി വാ തുമ്പക്കൊടുത്തില്ല. അപ്പോൾ ഓക്കെ. ഇന്നത്തെ വിജയ് ആരാന്ന് ഞാൻ സ്വയം പൊക്കി പറയുന്നില്ല. കനന്റെ പാട്ട് കൂടുതൽ നിങ്ങൾ കേൾക്കുന്ന താല്പര്യം നിങ്ങൾ കമന്റ് ബിലോ കനന്റെ പാട്ട് ഒരു എപ്പിസോഡ് ഫുള്ള് പാടുന്നതായിരിക്കും.
അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. പിന്നെ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പാട്ട് പാടി എന്തെങ്കിലും മിസ്റ്റേക്ക് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. ഒരു പാട്ടിനെ ഞങ്ങൾ അപമാനിച്ചിട്ടില്ല കേട്ടോ. അത് ഫണ്ണാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ വായിച്ചതാണ്. എല്ലാവരും അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവര് പ്ലീസ് സപ്പോർട്ട്. അപ്പോ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടാസ്ക് അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് എത്തും. അതുവരേക്കും ബൈ.